എവരിവൺ, വെൽക്കം ബാക്ക് ടു സെറ്റ് ഓഫ് ടു. ലെറ്റ്സ് റിവ്യൂ ദ ബോയ്സ്. എനിക്ക് പണ്ടേ ഈ സൂപ്പർ ഹീറോസിന്റെ സിനിമകൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈല് വലിയ ഇഷ്ടമല്ല. ഭയങ്കര ലീനിയർ ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കഥകളാണ് ഈ സൂപ്പർ ഹീറോസിന്റെ. അതെന്റെ ഒരു പേഴ്സണലായ ഒപ്പീനിയൻ ആണ്. സ്പൈഡർമാനിന് പിന്നെയും കുഴപ്പമില്ല, കാണാൻ ഇഷ്ടമാണ്. ബാറ്റ്മാനിന് വല്ലപ്പോഴും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ സൂപ്പർമാനോ ക്യാപ്റ്റൻ അമേരിക്കയോ എനിക്ക് ആരും കണ്ടിട്ട് കണ്ടുകൂടാ. അത് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ഒരു മോഡേൺ ഡേ ഫെയറി ടെയിലാണ്. എല്ലാവരും സേവ് ദ വേൾഡിന് വേണ്ടിയിട്ട് അങ്ങനെ മരിച്ചു കിടക്കുകയാണ്. സേവ് ദ വേൾഡ്, സേവ് ദ വേൾഡ്, Save the world. Save the world. the world is going to end, the world is going to end. The world is going to end. എന്നിട്ട് ഈ ഒരു ഹീറോയോ അല്ലെങ്കിൽ ഒരു ബഞ്ച് ഓഫ് ഹീറോസോ വേണം ഇതങ്ങോട്ട് സേവ് ചെയ്യാനും എല്ലാം അങ്ങോട്ട് റെഡിയാക്കാനും എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട്. എന്നാൽ ഈ സേവ് ചെയ്യണത് അമേരിക്കനെ മാത്രമായിരിക്കും. അത് കുറച്ച് ഫൂളിഷ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ബോയ്സ് ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് സൂപ്പർ ഹീറോസ് ഇതുപോലെ ഒരു സേവ് ചെയ്യുന്ന ഒരു പരിപാടി ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ ഇത്രയും നല്ലൊരു സാറ്റയർ ആയിട്ടുള്ള ഒരു സീരീസ് ആയിരിക്കും ഞാൻ കാണാൻ പോകുന്നത്. ഞാൻ വളരെ റീസെന്റ്ലിയാണ് ബോയ്സ് കണ്ടത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആയിട്ട് കണ്ടൊരു സീരീസ് ആണ് ബോയ്സ്. ഞാൻ ഈ 4 സീസണും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ വിഴുങ്ങുകയാണ് ചെയ്തത്. അത്ര കിടിലായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ സ്പെഷ്യലി ആദ്യത്തെ 2 സീസൺ നിങ്ങൾക്ക് വളരെ റിഫ്രഷിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ടേക്കാണ്. അമേരിക്കയിൽ തന്നെയാണ് നടക്കുന്നത്. അമേരിക്ക തന്നെയാണ് ലോകം. അമേരിക്കയിലാണ് സൂപ്പർ ഹീറോസ് ഉള്ളത്. വോട്ട് എന്നുള്ള ഒരു കമ്പനി സൂപ്പർ ഹീറോസിനെ ഉണ്ടാക്കി വിടുന്നു. സൂപ്പർ ഹീറോസ് എന്നുള്ളത് ഒരു ബിസിനസ് ആണ് അവിടെ. ആ ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകുന്നു, ആ ബിസിനസിന്റെ ന്യൂആൻസസ് എന്തൊക്കെയാണ്, ഒരു റിയൽ ലൈഫ് സെനാരിയോയില് സൂപ്പർ ഹീറോസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ള ഒരു അവസ്ഥ, ഒരു ആൾക്കാരുടെ കയ്യിൽ ആവശ്യത്തിലധികം പവർ ഉണ്ടെങ്കിൽ അവർ നന്മമരങ്ങളാവോ അതോ നല്ല കയ്യിലിരിപ്പുള്ള ആൾക്കാരാവോ എന്നുള്ളത് വളരെ കിഡിലായിട്ട് കാണിക്കുന്ന ഒരു സീരീസ് ആണ് ദ ബോയ്സ്. സൂപ്പർ ഹീറോസ് ഉള്ളതുപോലെ തന്നെ സൂപ്പർ ഹീറോസിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു പറ്റം വിജിലാൻറ്റീസ് ഉണ്ട്. അവരുടെ പേരാണ് ദ ബോയ്സ്. അപ്പോൾ അവര് ഒരുവിധപ്പെട്ട എല്ലാവരും അതിൽ ആക്ച്വലി ബുച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ബില്ലി ബുച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡ് ആയിട്ടുള്ള ഒരാളുണ്ട്. ആളുടെ വൈഫിന് സൂപ്പർ ഹീറോസ് കാരണം ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഹ്യൂയി ഉണ്ട്. ഹ്യൂയിന്റെ ഗേൾ ഫ്രണ്ടിന് സൂപ്പർ ഹീറോസ് കാരണം ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. മദേഴ്സ് മിൽക്ക് ഉണ്ട്. എമ്മിനും അച്ഛന് സൂപ്പർ ഹീറോസ് കാരണം ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. സ്റ്റാർലൈറ്റ് സൂപ്പർ ഹീറോ ആണ്, സൂപ്പർ ഹീറോസ് കാരണം ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കിമിക്കോ ട്രെയിൻ കാരണവും പലര് കാരണവും കിമോയ്ക്കോക്കും സൂപ്പർ ഹീറോസും വോട്ടും കാരണം ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഉള്ളത്. പിന്നെ ഫ്രഞ്ചി ഉണ്ട്. ഫ്രഞ്ചിക്ക് സൂപ്പർ ഹീറോ കാരണം ഫ്രഞ്ചി ഈസ് ജസ്റ്റ് ദേർ. ഇവരാണ് ദ ബോയ്സ് എന്നുള്ള ഗ്യാങ്. ഇവര് എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു സൂപ്പർ ഹീറോസിനെ? സൂപ്പർ ഹീറോസിന്റെ ഈ വോട്ട് ഇന്റർനാഷണലില് ഒരു വലിയൊരു ബിസിനസ് ആണിത്. അതായത് ഈ സൂപ്പർ ഹീറോസിനെ മാർക്കറ്റ് ചെയ്ത് തീം പാർക്ക് തൊട്ട് എന്തൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം അതിലുണ്ട്. ആക്ച്വലി സൂപ്പർ ഹീറോസ് ഇൻ എ വേ റെപ്രസെന്റ് ചെയ്യുന്നത് അമേരിക്കയിലെ മൾട്ടി ബില്യണേഴ്സിനെയാണ്. മൾട്ടി ബില്യണേഴ്സിനെതിരെ ദ റിച്ച് എന്നുള്ളൊരു തീം ഉണ്ടല്ലോ. അതായത് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ തിരിയും, ഒരു ആൾക്കാരുടെ അടുത്ത് ഇത്രയും വെൽത്ത് അല്ലെങ്കിൽ ഇത്രയും പവർ പാടില്ല എന്നുള്ളതിന്റെ ഒരു കൊമേഡിക് സാറ്റയർ ഇന്റലിജന്റ് ടേക്കാണ് ദ ബോയ്സ് എന്നുള്ള സീരീസ്. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് വരുന്നത് ദ 7 ഏറ്റവും കിടിലം 7 സൂപ്പർ ഹീറോസ് ആണ്. അതിൽ അവരുടെ ക്യാപ്റ്റൻ ആയിട്ട് വരുന്ന ആളാണ് ഹോംലാൻഡർ. ഹോംലാൻഡർ DC-യിലെ സൂപ്പർമാനുടെ ഒരു കാരിക്കേച്ചർ എന്ന് പറയാം. പക്ഷെ സൂപ്പർമാന്റെ ഒരു കാരിക്കേച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് ആന്റണി സ്റ്റാറിന്റെ ഹോംലാൻഡറിനെ ചുരുക്കാൻ പറ്റില്ല. കാരണം ആന്റണി സ്റ്റാറിന്റെ ഹോംലാൻഡർ ഓൺ ഇറ്റ്സ് ഓൺ ഒരു കിടിലം ക്യാരക്ടറാണ്. ആ മനുഷ്യനെ നമുക്ക് ഇഷ്ടപ്പെടാനും നമുക്ക് വെറുക്കാനും ഒരേപോലെ തോന്നുന്ന രീതിയിലാണ് ആന്റണി സ്റ്റാറിന് എന്തെങ്കിലുമൊക്കെ ഒരു ഓസ്കാറൊക്കെ കൊടുക്കുന്നത്. വേർഡ് അത്ര കിടിലം പെർഫോമൻസ് ആണ്. നമുക്ക് ഞാനിതൊന്നും വായിട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ പോയി കാണും. എസ്പെഷ്യലി ആദ്യത്തെ 1-2 സീസണൊക്കെ ഉണ്ടല്ലോ, വളരെ ഗ്രാഫിക് വയലൻസ് ആണ്. ആൾക്കാർ ചറ പുഴുക്കളെ പോലെയൊക്കെയാണ് മരിക്കുന്നത്. പക്ഷെ ഇങ്ങനത്തെ പവറുള്ള ആൾക്കാരുണ്ടാവുമ്പോൾ അങ്ങനത്തെ ഇൻസിഡന്റ് ഉണ്ടാവും എന്നുള്ളത് പലപ്പോഴും ഈ സൂപ്പർമാനോ അവരൊക്കെ വന്നിട്ട് വി സേവ് ദ വേൾഡ്, എന്നിട്ട് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി കത്തി കഴിഞ്ഞിട്ട് ചപ്പിളിവിളിയായിട്ടുള്ള ഒരു സീനാണ് കാണിക്കുക. ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, എത്ര ആൾക്കാർ ഇവരുടെ ഇതിൽ മരിക്കും എന്നുള്ളത് അത് വളരെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. റിയൽ ലൈഫ് അമേരിക്കയിലെ പല പ്രശ്നങ്ങൾ, ഹീറോ വർഷിപ്പ്, മീഡിയ ഇല്ലിട്രസി, അതുപോലെ കൾച്ചറലി പല എലമെന്റ്സിനെയും റിലീജിയനെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കോർപ്പറേഷൻസും വലിയ ആൾക്കാരും പൈസ ഉണ്ടാക്കുന്നതും ഡിവൈഡ് സൃഷ്ടിക്കുന്നതും അസ് വേഴ്സസ് ദെം എന്നുള്ളൊരു ഡിവൈഡ് സൃഷ്ടിക്കുന്നതും വളരെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. പലപ്പോഴും ലെഫ്റ്റ് വിങ് ആൻഡ് റൈറ്റ് വിങ് പൊളിറ്റിക്സിനെ ഒരേപോലെ കളിയാക്കുന്ന രീതിയിലാണ് ഇത് പോകുന്നത്. ഒരു സ്ഥലത്ത് ഗണ്ണും ഗോഡും പ്രശ്നങ്ങളും
നോ അബോർഷനും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ, ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ പ്രൈഡ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇപ്പൊ 4th സീസണിൽ ഫ്രഞ്ചിയുടെ ഒരു സ്റ്റോറി ലൈന്, അപ്പൊ അത് കംപ്ലീറ്റ്ലി അൺനെസസറി ആയിരുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് ഞാൻ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വായിച്ചു. അതിലാരോ പറയണ്ടായിരുന്നു അതാണ് പോയിന്റ്, അത് അത്രയും അൺനെസസറി ആയിട്ടുള്ള ഒരു പ്ലോട്ട് ലൈൻ നമ്മൾ എല്ലാത്തിലും ഇടിച്ചു കയറ്റുന്നതാണ് അവര് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന പോയിന്റ് എന്നുള്ളത്. പക്ഷെ ഓവറോൾ എനിക്ക് തോന്നിയത് 4th സീസണിൽ വോട്ടിനെ ഫൈറ്റ് ചെയ്യുന്ന ദ ബോയ്സിൽ ആദ്യം നമുക്ക് ഭയങ്കരമായിട്ട് കിടിലായിട്ട് തോന്നുന്നൊരു കാര്യം, അവർക്ക് ആർക്കും സൂപ്പർ പവർ ഇല്ല എന്നുള്ളതാണ്. സ്റ്റാർലൈറ്റ് പിന്നീടാണ് ജോയിൻ ചെയ്യുന്നത്. സ്റ്റാർലൈറ്റിനൊഴികെ അവർക്ക് ആർക്കും ഒരു സൂപ്പർ പവർ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ പതുക്കെ പതുക്കെ അവരെന്തിനെ ഫൈറ്റ് ചെയ്യുന്നോ അതായി അവർ മാറുന്നത് നമ്മൾ കാണും. ദ ബോയ്സ് എന്നുള്ള ഒരു സീരീസിന്റെ ഒരു സ്റ്റൈല്, സ്പെഷ്യലി ആദ്യത്തെ 2 സീസൺസിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആണ് കാര്യങ്ങൾ. ഡയലോഗ് വെച്ച് കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കുറവാണ്. പക്ഷെ 4th സീസണിൽ അവർ ഒരുപാടധികം കാര്യം വലിച്ചു നീട്ടി ഡയലോഗ് വെച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന പോലെ നമുക്ക് തോന്നും. എനിക്ക് 4th സീസൺ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ചുരുക്കി പറഞ്ഞാൽ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആന്റണി സ്റ്റാറും കാർൽ അർബനും ബുച്ചറും ഹോംലാൻഡറും ആയിട്ടുള്ള ഈ സീരീസ്, സ്പെഷ്യലി ഈ 2 ആൾക്കാരാണ്. ഈ 2 ആൾക്കാരുടെ പെർഫോമൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തത്ര കിടിലം പെർഫോമൻസ് ആണ്. നമുക്ക് അവർ അത്ര ഇഷ്ടപ്പെടും. അത്രയും വെറുത്തും പോകുന്ന 2 ആൾക്കാരാണ്. ഏകദേശം ഒരേ സ്വഭാവമുള്ള 2 സ്ഥലത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഒരു സീസൺ ഇച്ചിരി സ്ലോ ആയി പോയി, അല്ലെങ്കിൽ ഒരു സീസൺ നമുക്ക് അത്ര അങ്ങോട്ട് കണ്ടുപിടിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഒരു സീസണിലെ കൊമേഡിക് റിലീഫോ അല്ലെങ്കിൽ സാറ്റയറോ ഓൺ പോയിന്റ് ആയില്ല എന്നുള്ളത് കൊണ്ട് എഴുതിത്തള്ളാൻ പറ്റുന്ന ഒരു സീരീസാണ് ദ ബോയ്സ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവൻ വിത്ത് ദ 4th സീസൺ വാച്ചബിൾ ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് ദ ബോയ്സ്. നല്ല ഒരു പൊളിറ്റിക്കൽ ഡ്രാമ, കോമഡിയിലും ആക്ഷനിലും സൂപ്പർ ഹീറോന്റെയും ഒരു സൂട്ട് ഇടിപ്പിച്ച് കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും, അതാണ് ബോയ്സ്. അപ്പം നിങ്ങൾക്ക് ഈ സീരീസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റിൽ പറയാം. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ.